എൻ്റെ അടുത്ത് പറഞ്ഞെടി നമുക്ക് കടങ്ങളെല്ലാം വീട്ടണം, അതിനു വേണ്ടിയാണ് ഞാൻ പോയിരിക്കണം. നമ്മുടെ മക്കളെ നല്ല വളർത്തണം, നമുക്ക് വീട് വെച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. നമ്മൾ മൂന്നുപേരും മാത്രം ആ വീട്ടിൽ എന്ത് ചെയ്യാൻ? അച്ഛനും കൂടെ ഉണ്ട്. അച്ഛൻ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഞാൻ മക്കളായിട്ട് മാത്രമല്ല ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. എന്തുണ്ടെങ്കിലും എൻ്റെ അച്ഛനോട് ഞാൻ പറയും. പക്ഷേ അച്ഛൻ പറഞ്ഞ് എന്നെ ഇതുവരെ അടിച്ചിട്ടില്ല, എന്നെ ഇതുവരെ വഴക്ക് പോലും പറഞ്ഞിട്ടില്ല. അത്രയും സ്നേഹമുള്ള ഒരു അച്ഛൻ ഇനി എവിടെയെങ്കിലും കിട്ടുമോ? കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മരണം സംഭവിച്ച രാജേഷിന്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. തിരുവനന്തപുരം കല്ലിയൂരുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. ഇന്നലെയാണ് സംസ്കാര ചടങ്ങുകളും മറ്റും നടന്നത്. നമുക്ക് പുറത്ത് കാണാം. ഈ വീടിന്റെ തൊട്ട് മുന്നിലുള്ള സ്ഥലത്താണ് സംസ്കാരവും മറ്റും നടന്നത്. രാജേഷിന്റെ കുടുംബാംഗങ്ങളാണ്. അമ്മ ഗീത, രാജേഷിന്റെ ഇളയ മകനാണ് അഭിഷേകാണ്, ഇത് സഹോദരി ആണ് ആശ. നമുക്ക് അമ്മയിലേക്ക് ഒന്ന് പോകാം. കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നൊരു മരണമല്ലേ? എന്റെ മോനാണ് ഇനിയുള്ളത്. ഒരു മോൻ ട്രെയിനിൽ നിന്ന് 2 വർഷം കഴിഞ്ഞ് തിരിച്ചിട്ട് ഇനി അവന്റെ സഹായം നമുക്കുള്ളു. അവൻ എല്ലാം നമ്മളെ നോക്കാൻ വേണ്ടി അവൻ രക്ഷപ്പെടാൻ പോയതാണ്. അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇനി അവന്റെ ഒരു വരുമാനം അവന്റെ ഇതാണ് നമുക്കുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നിരുന്നാലും മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മോളും എന്നാണ് ചേച്ചി അവസാനം ഇവിടുന്ന് പോയതെന്നായിരുന്നു ചേട്ടൻ? അവസാനം ഒരാഴ്ചക്ക് മുമ്പ് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് വന്നത് കൊച്ചേട്ടൻ മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞ് 8-ാം തീയതി ആയിരുന്നു വന്ന്. അന്ന് വന്ന് ഇവിടെ എല്ലാം കഞ്ഞി വീത്തായിരുന്നു. എല്ലാവരെയും കണ്ട് എന്നെയും കെട്ടിപ്പിടിച്ച് ഞാൻ ലാസ്റ്റ് ചേട്ടനെ കാണുന്ന അന്നായിരുന്നു. നമ്മൾ എല്ലാം ശരിയാവും, ചേട്ടനൊരു 100 കടങ്ങളുണ്ട്, ഇവിടെ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് ബന്ധുക്കളെയൊന്നും അവരെയൊന്നും ഇവരെയൊന്നും ഒക്കെ വാങ്ങിച്ചു വെച്ച്. അപ്പൊ ഞാൻ വഴക്ക് പറഞ്ഞു, നീ ഈ നാട്ടിന് വേണ്ടി നടന്ന് നീ കടമൊക്കെ എവിടെ കൊണ്ട് വെക്കണ ചേട്ടാന്ന് ചോദിക്കാൻ പറയും, ഇല്ലടി അപ്പി ഞാൻ രക്ഷപ്പെടും, എനിക്ക് നീ നിനക്ക് ഞാനും മാത്രമേ കാണുള്ളൂ എന്നും പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് സംസാരിച്ചിട്ട് പോയത്. അവന് പക്ഷെ ഭയങ്കര പ്രതീക്ഷയാണ്, ഞാൻ അങ്ങനെയാവും, ഞാൻ ഇങ്ങനെയാവും. എൻ്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എപ്പോഴും എൻ്റെ അടുത്ത് പറയും. എനിക്കങ്ങനെ എൻ്റെ രാജേശ്വരനെ സംസാരിക്കാനോ അടുത്തിരിക്കാനോ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം അവന് ഇതൊക്കെ ഒരു ലഹരി പോലെ, രക്ഷാപ്രവർത്തനം, ബാക്കിയുള്ളവർക്ക് വേണ്ടി അങ്ങനെ ഓടി നടക്കായിരുന്നു. കൂട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടി. രാജേശ്വരൻ അമ്മയ്ക്കായാലും ഭാര്യയ്ക്കായാലും ഈ 2 മക്കൾക്കായാലും കിട്ടണത് വല്ലപ്പോഴും 1-2 ദിവസങ്ങളിലാണ് ഞങ്ങളെ ചേട്ടനെ കിട്ടണം. ഞങ്ങളെ ചേട്ടൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയണത് തന്നെ അവന്റെ വില മനസ്സിലാക്കണേ ഇപ്പൊ. കാരണം പ്രളയം വന്ന സമയത്തായാലും എന്തായാലും അവൻ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ. നമ്മൾ വഴക്ക് പറയും, നിന്റെ ജീവനെ നിനക്ക് പേടിയില്ലേന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല അപ്പി, നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞായിരുന്നു അവൻ ഈ ഓടി നടക്കണം. അവന്റെ കയ്യിൽ ഇത്രയും വലിയ കടത്തിന്റെ പുറത്തായാലും അവന് എന്തെങ്കിലും ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഒരു കോവിൽ തന്നെ വന്ന് അവിടെ സദ്യ കൊടുക്കാനൊക്കെ എല്ലാവരെയും മുൻനിർത്തി അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു എന്റെ ചേട്ടൻ. അമ്മയും സഹോദരിയുമാണ് സംസാരിച്ചത്. ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ സഹോദരി പറഞ്ഞാൽ നമ്മൾ കേട്ടതാണ്. ഒരാൾക്ക് മറ്റൊരാൾക്കൊരു പ്രശ്നം വരുന്നു എന്നറിയുമ്പോൾ എല്ലാ മനുഷ്യർക്കും അങ്ങനെ എടുത്തു ചാടി പോകാൻ കഴിയില്ല. പക്ഷേ രാജേഷിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നു. ഒരു ദുരന്തം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നറിയുമ്പോൾ, ഒരാൾ പ്രശ്നത്തിലാണ് എന്നറിയുമ്പോൾ അവിടേക്ക് പോകുക, അവരെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരിക. അത് രാജേഷ് എല്ലായ്പ്പോഴും ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. 2018-ലും അതിനുശേഷം വയനാട് ദുരന്തം ഉണ്ടായപ്പോഴും ഒക്കെ അദ്ദേഹം അത് തന്നെയാണ് ചെയ്തത്. നമുക്കിനി ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ രാജേഷിന്റെ ഭാര്യ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം നഷ്ടമായ ഒരു അവസ്ഥയാണ്. എപ്പോഴായിരുന്നു അവസാനം വിളിച്ചത്? കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് വിളിച്ചിരുന്നു. വീഡിയോ കോൾ ചെയ്തിരുന്നു. വീഡിയോ കോൾ ചെയ്ത് മോന്റെ കൈ പ്ലാസ്റ്റർ ഇട്ടപ്പം കാണിച്ചു കൊടുത്ത് കരഞ്ഞു ചേട്ടൻ. അതിന് 2 ദിവസം മുമ്പ് ഇവിടെ വന്നിട്ട് പോയി. ഞങ്ങൾക്ക് രാത്രിയിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു അന്ന് സന്തോഷത്തോടെ പോയി. എൻ്റെ അടുത്ത് പറഞ്ഞെടി നമുക്ക് കടങ്ങളെല്ലാം വീട്ടണം, അതിനു വേണ്ടിയാണ് ഞാൻ പോയിരിക്കണം. നമ്മുടെ മക്കളെ നല്ല വളർത്തണം, നമുക്ക് വീട് വെച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. 3 മാസത്തിനകത്ത് വീട് റെഡിയാക്കി തരും, നമുക്ക് മാറാം ഉടനെ എന്ന് പറഞ്ഞിട്ടാണ്. വീട് വെക്കണം എന്നുള്ളതായിരുന്നു അച്ഛന്റെ വലിയ ആഗ്രഹം. എല്ലാ കടങ്ങളും വീട്ടണം, നമുക്ക് സമാധാനത്തിൽ ജീവിക്കണം, നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണം. ലക്ഷ്മി
നമുക്ക് എല്ലാവരുടെ അടുത്ത് നല്ല നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തണോടി. കടങ്ങളൊക്കെ വീട്ടാൻ ഞാൻ വന്ന് അവിടെ കിടക്കുകയല്ലേ. എല്ലാ കടവും വീട്ടിയിട്ട് നമുക്ക് സമാധാനത്തില് വരണം എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. സർക്കാർ ഇപ്പം വീട് വെച്ച് തരാൻ ഒപ്പമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. പറഞ്ഞിട്ട് പോയി സർക്കാർ ഞങ്ങളുടെ കൂടെ. ഒരു ജീവിതം അത് വെറുതെയാണ്. നമ്മൾ 3 പേര് മാത്രം ആ വീട്ടിൽ എന്ത് ചെയ്യാൻ? അച്ഛനും കൂടി ഉണ്ട്. അച്ഛൻ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഞാൻ മക്കളായിട്ട് മാത്രമല്ല ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. എന്തുണ്ടെങ്കിലും എൻ്റെ അച്ഛനെ ഞാൻ പറയും. പക്ഷേ അച്ഛൻ പറഞ്ഞ് എന്നെ ഇതുവരെ അടിച്ചിട്ടില്ല, എന്നെ ഇതുവരെ വഴക്കുപോലും പറഞ്ഞിട്ടില്ല. അത്രയും സ്നേഹമുള്ള ഒരു അച്ഛനെ ഇനി എവിടെയെങ്കിലും കിട്ടും. ലാസ്റ്റായിട്ട് അച്ഛൻ എന്നെ വീഡിയോ കോൾ വിളിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. എന്നെ വീഡിയോ കോൾ വിളിച്ച് എന്റെ കൈ കണ്ട് ഓണത്തിന് ഡ്രസ്സ് എടുക്കണ്ടെന്നൊക്കെ ചോദിച്ച്, എന്നിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എന്റെ അച്ഛൻ എമർജൻസി എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ അതിനുശേഷം ഞാൻ വിളിച്ചിട്ട് റേഞ്ച് ഇല്ല, ഒന്നുമില്ല. അതിനുശേഷമാണ് പിറ്റേ ദിവസമാണ് അറിയണം എന്റെ അച്ഛൻ ഇതേപോലെ ഒരു അപകടത്തിൽപ്പെട്ട്. പിന്നെ ഈ കഴിഞ്ഞ മെനിങ്ങാന്നാണ് അച്ഛനെ കണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ വീട് ഒരു അനാഥാലയം പോലെ എല്ലാവരും കാരണം. ഓണത്തിന് ഡ്രസ്സ് എടുക്കണ്ടേ എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം അവസാനമായി കോള് കട്ട് ചെയ്തതെന്നാണ് മകൻ പറയുന്നത്. പക്ഷേ അതിനുശേഷം അച്ഛനെ കാണാനില്ല എന്നുള്ള വിവരമാണ് മക്കള് അറിയുന്നത്. ഓണത്തിനും തിരക്കായിരിക്കും, പക്ഷെ എന്നാലും വരാം, ഡ്രസ്സ് എടുക്കാം എന്നൊക്കെയുള്ള ഉറപ്പ് നൽകിയാണ് അദ്ദേഹം അവസാനമായി കുടുംബത്തോട് ഫോണിൽ സംസാരിക്കുന്നത്. വീട് വെച്ച് നന്നായി താമസിക്കണമെന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിലും ഓട്ടത്തിലും ഒക്കെയായിരുന്നു. പക്ഷേ പാതി വഴിയിൽ വെച്ച് വീണുപോകുകയാണ് ചെയ്യുന്നത്. രാജേഷിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ മകൻ പറഞ്ഞത് തന്നെയാണ്, ഇനി ആരൊക്കെ എന്തൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാലും ഒരു അച്ഛനെ കൊടുക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. ആ കരയുന്ന ഭാര്യയ്ക്ക് ഒരു പങ്കാളിയെ കൊടുക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. മക്കൾ രണ്ടുപേരും ആ അമ്മയോടൊപ്പം ഉണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് വന്ന നഷ്ടം അത് വലുതാണ്. അവർ പറയുന്നു അവർ 3 പേരും മാത്രമാണ്, അവർ 3 പേരും അനാഥരായി പോയി എന്നുള്ളതാണ് ആ മക്കൾ പറയുന്നത്. മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ചിട്ടാണ് രാജേഷ് മരണത്തിന് കീഴടങ്ങിയത്. അതിനു മുൻപും ഒക്കെ ഒരുപാട് പേരുടെ ജീവൻ, ഒഴുക്കിൽപ്പെട്ടു പോകുന്നവരുടെയും ഒക്കെ ജീവൻ താങ്ങിയെടുത്തിട്ടുള്ള ആളാണ്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ചെറുപുഴയിൽ ഒരു അപകടമുണ്ടായപ്പോഴും അദ്ദേഹം ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയത്. തിരിച്ചു കയറി വരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു രാജേഷിനുണ്ടായിരുന്നത്. പക്ഷേ പുഴ അദ്ദേഹത്തെ കൊണ്ടുപോകുകയായിരുന്നു. 4 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്താനായത്. ഇന്നലെ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ വീട്ടിൽ തന്നെയാണ് നടന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട് ഒപ്പമുണ്ടാകും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് അദ്ദേഹം ഒരു വീട് പണിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലൈഫ് പദ്ധതിയുമൊക്കെയായി ബന്ധപ്പെട്ടിട്ട് ആ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നതാണ്. ആദ്യഘട്ട പണം മാത്രമാണ് ലഭിച്ചത്. പിന്നീട് അത് മുടങ്ങിക്കിടക്കുകയാണ്. എന്തായാലും ആ വീടിന്റെ പണി ഉൾപ്പെടെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും എന്നുള്ള കാര്യമാണ് സർക്കാരും അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. മലയാളികൾക്ക് ഓരോരുത്തർക്കും രാജേഷിന്റെയും കുടുംബത്തിന്റെയും ഒപ്പം നിൽക്കാനുള്ള ഒരു ബാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കാരണം മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരാളാണ്. അതിലൂടെയാണ് ഒരു കുടുംബം മുഴുവൻ ഇപ്പോൾ അനാഥമായിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ഇപ്പോൾ രമേശ് ചെന്നിത്തല മന്ത്രി അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. രാജേഷിന്റെ കുടുംബത്തിനൊപ്പം തന്നെയാണ് മലയാളികൾ എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.